ദൈവ തിരുനാമത്തിന് മതമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 12-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 12-ാം അധ്യായത്തിൽ ആരാധന രീതിയെക്കുറിച്ചും ആരാധന സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ദൈവം ഇതിനു മുൻപ് പറഞ്ഞ കാര്യം മോശെ ഒരിക്കൽ കൂടി ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ജാതികൾ കുന്നുകളിലും മലകളിലും വൃക്ഷച്ചൂട്ടുകളിലൊക്കെയാണ് ദൈവത്തെ ആരാധിച്ചു വന്നത്. അങ്ങനെയുള്ള അവരുടെ ബലിപീഠങ്ങളും അവരുടെ ദേവന്മാരുടെ ശേഷിപ്പുകളും അവരുടെ രൂപങ്ങളും ഒക്കെ പൂർണ്ണമായി നിങ്ങൾ നശിപ്പിച്ച് കളയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റ് ഒരു വിഗ്രഹവും നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. നിങ്ങൾ ആരാധിക്കുമ്പോൾ പൂർണ്ണമായ കോൺസെൻട്രേഷൻ യഹോവയെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകണം. യഹോവ എന്ന ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച ദൈവത്തിന് മാത്രം നിങ്ങൾ സമർപ്പിതമായിരിക്കണം. പുതിയ നിയമത്തിലും നമ്മളിത് മനസ്സിലാക്കേണ്ടതാണ്. ആരാധിക്കുമ്പോൾ ഭൗതിക വസ്തുക്കളും ഭൗതികമായ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ ആരാധന ദൈവത്തെ കളിയാക്കുന്നതിന് തുല്യമാണ്. ദൈവം ഒരു കാര്യം മാത്രമേ എപ്പോഴും ആവശ്യപ്പെടുന്നുള്ളൂ: ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക. പൂർണ്ണമായി നമ്മളൊരു വ്യക്തിയെ സ്നേഹിച്ചാൽ ആ ആളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ആളിൻ്റെ രൂപം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. ആയതുപോലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവികമായ കൽപ്പനകളെയും ദൈവികമായ ആ ഒരു ചിന്തകളോടുകൂടി മാത്രം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ അധ്യായങ്ങളിലെല്ലാം ദൈവം ആവർത്തിച്ച് ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ: നിങ്ങൾ അന്യദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, പ്രകൃതി ശക്തികളെ നിങ്ങൾ ആരാധിക്കരുത്. അതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയേക്കാൾ ഉപരിയായി സൃഷ്ടിതാവിനെ ആരാധിക്കുന്ന, ആഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു മനോഭാവം, അതാണ് യഥാർത്ഥമായ ആരാധനാ ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാതികൾ ആരാധിച്ച രീതിയിൽ നിങ്ങൾ ആരാധിക്കരുത്. അവരുടെ രീതിയിൽ അവർ നരബലി വരെയും ജാതികൾ നടത്തിയതായി ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു രീതിയിൽ നിങ്ങൾ എങ്ങനെ ആരാധിക്കണമെന്ന് വളരെ വ്യക്തമായ യഹോവയായ ദൈവം മോശെ മുഖാന്തരം നിർദ്ദേശം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ജാതികളുടെ സ്വാധീന മുഖാന്തരം, അവരുമായി ഇടകലർന്ന് ജീവിക്കുമ്പോൾ അവരുടെ സ്വാധീന മുഖാന്തരം നിങ്ങൾ ദൈവത്തെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും ചെയ്യരുതെന്ന് ആവർത്തിച്ച് വീണ്ടും ജനത്തെ മോശെ മുഖാന്തരം യഹോവയായ ദൈവം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി പറയുന്നത് 8 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ വിശ്രമ സ്ഥലത്ത് ഇതുവരെ നിങ്ങൾ എത്തിച്ചേരാത്തതിനാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. പുതിയ നിയമത്തിൽ നമ്മളിതുമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്രമസ്ഥലം ഏതാണ്? പർദീസയാണ് നമ്മുടെ വിശ്രമസ്ഥലം. ദൈവസന്നിധിയിലാണ്. നമ്മളിപ്പോൾ യാത്രയിലായിരിക്കുമ്പോൾ ഇഷ്ടം പോലെ പ്രവർത്തിക്കാതെ ആരും നമ്മളെ വഴി നടത്തുന്നുവോ ആ ദൈവഗീത പ്രകാരം മാത്രം ജീവിക്കുക. നമ്മുടെ ലക്ഷ്യസ്ഥാനം സ്വർഗീയ കനാനാണ്. ഇസ്രായേൽ ജനം മരുഭൂമി യാത്ര ചെയ്തതുപോലെ നമ്മളും ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. നമ്മുടെ ലക്ഷ്യസ്ഥാനം സ്വർഗീയ കനാനാണ്. ആ ദേശത്തെത്തുന്നിടം വരെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവ കൽപ്പനയ്ക്ക് വിധേയമായി മാത്രം ജീവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നു: ലേവ്യർക്ക് സ്വന്തമായി ദേശവും അവകാശവും കൊടുക്കാത്തതിനാൽ അവരെ നിങ്ങൾ പ്രത്യേകമായിട്ട് കരുതണം. നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളുകളോളം അവരെ കരുതണം. കാരണം അവർ ദൈവികമായ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. അവരെ പ്രത്യേകം കരുതുവാനുള്ള ആഹ്വാനം വീണ്ടും യഹോവയായ ദൈവം മോശെ മുഖാന്തരം ഇവിടെ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട രീതി, ഭക്ഷണം കഴിക്കേണ്ട സ്ഥലം അതൊക്കെ വ്യത്യസ്തമാണ്. കാരണം ശുദ്ധമൃഗവും അശുദ്ധപക്ഷിയും ഒക്കെ അവർക്ക് നേരത്തെ തന്നെ എല്ലാം വേർതിരിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ജാതികൾ ഭക്ഷിക്കുന്നത് കണ്ട് ആ രീതിയിൽ നിങ്ങളുടെ ഭക്ഷണ രീതികൾ നിങ്ങൾ ചെയ്യരുത്. അവർ ചെയ്തതൊന്നും നിങ്ങൾ അനുകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ ഭക്ഷിക്കുമ്പോൾ ആ കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കുവാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നത്, ദൈവസ്ഥാനത്തിൽ ശരിയും നന്മയും നിങ്ങൾ പ്രവർത്തിക്കുക. അത് നിങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമായി ഭവിക്കും. ദൈവസന്നിധിയിൽ നമ്മൾ ശരിയായിട്ടുള്ളതും നന്മയായിട്ടുള്ളതും മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീരും.
അതിന് വ്യത്യസ്തമായി നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് മാത്രമല്ല ദോഷം, നമ്മുടെ തലമുറകളെയും അത് ദോഷമായി ബാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന് വിശുദ്ധമായി സമർപ്പിച്ച വസ്തുക്കൾ മാത്രം നിങ്ങളെന്നും ഭക്ഷിക്കാവൂ. എല്ലാം നമുക്ക് ഭക്ഷിക്കുവാനുള്ളതല്ല. ദൈവം ഓരോന്നിനും നമുക്ക് ഭക്ഷിക്കാനുള്ളത് വേർതിരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് മാത്രം ഭക്ഷണ രീതി. കാരണം നിങ്ങളുടെ ശരീരവും വിശുദ്ധമാണ്. കാരണം നിങ്ങൾ വിശുദ്ധ ജനമാണ്. നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ വിശുദ്ധമായിരിക്കണം. ഇതിനു മുമ്പ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടത് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുവീനെന്ന്. 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ജനതകളെ നിങ്ങൾ അനുകരിക്കരുത്. ജാതികളൊക്കെ അവിടെ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ അവർ ജീവിച്ചതായ ജീവിത രീതിയിൽ നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത്. നിങ്ങൾ പ്രത്യേകം വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. മറ്റുള്ളവർ പറയുന്നത് പോലെ നമുക്ക് പറയാനും, മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാനും, മറ്റുള്ളവർ ഭക്ഷിക്കുന്ന പോലെ ഭക്ഷിക്കാനും, മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാനും നമുക്ക് അവകാശമില്ല. കാരണം ഞാനും നിങ്ങളും ഒക്കെ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ആ വിളിക്കനുസരിച്ച് ഈ ഒരു ജീവിതം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് ഇടയായിട്ട് തീരണം. അതിൻ്റെ അവസാനം പറഞ്ഞ് ദൈവം കൽപ്പിച്ചതിനോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ദൈവികമായ കൽപ്പനയിൽ കൂട്ടാനും കുറയ്ക്കാനും നമുക്കാർക്കും അവകാശമില്ല. അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്രകാരം പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവ് മുഖാന്തരം പിതാക്കന്മാർ മുഖാന്തരം ദൈവം നമുക്ക് ക്രമീകരിച്ച് തന്നിട്ടുള്ള സത്യത്തിലും നീതിയിലും ദൈവാനുഭവത്തിലും ജീവിക്കുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വേദവായനകളും പ്രാർത്ഥനകളും ഒക്കെ അതിന് നമ്മെ സഹായിക്കണം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനവരതമായി അനുഗ്രഹിക്കുമാറാകട്ടെ.